is a thermocouple? What is its engineering application? തെർമോകപ്പിളിനകത്ത് തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്താണ്? തെർമോകപ്പിളിനകത്ത് തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്താണ്? EMF ആണ്. അതായത് EMF ആണ് ചേഞ്ച് ചെയ്യുന്നത്. EMFൻ്റെ ചേഞ്ച് അനുസരിച്ചാണ് നമ്മൾ ടെമ്പറേച്ചറിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ അതിനുണ്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. തെർമോകപ്പിൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തെർമോകപ്പിൾ ഇപ്പോൾ ഒരു ഫിഗർ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഒരു വെസൽ, ഈ വെസലിനകത്ത് ഐസ് പ്ലസ് വാട്ടർ മിക്സ്ചറാണ്. വെസലിനകത്ത് എന്ത് ഫില്ല് ചെയ്തേക്കുന്നത്? ഈ വെസലിനകത്ത് എന്താണ് ഫില്ല് ചെയ്തേക്കുന്നത്? ഐസ് പ്ലസ് വാട്ടർ മിക്സ്ചർ ആണോ? ഓക്കെ. എന്നിട്ട് ഞാൻ 2 വയർ എടുക്കുവാണ്, 2 മെറ്റാലിക് വയർ എയും മെറ്റാലിക് ലെയർ ബിയും. എന്നിട്ട് അത് രണ്ടും കൂടെ ഒരു എൻഡ് നമ്മുടെ ഐസ് വാട്ടറിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക. വയർ എ ഐസ് വാട്ടറിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. വേറൊരു എൻഡ്, 2 വയറിൻ്റെയും ഒരു എൻഡ് ഐസ് വാട്ടറിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ. വേറൊരു ഉണ്ട് നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഈ പോയിന്റിലാണ് നമുക്ക് ഏത് സാമ്പിളിൻ്റെ ആണോ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത് ആ സാമ്പിൾ എവിടെ കൊണ്ടുവെക്കുന്നു? ഈ കോമൺ എൻഡിൽ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ അതാണ് ടെസ്റ്റ് ജംഗ്ഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇപ്പോൾ ഈ തെർമോകപ്പിളിൻ്റെ ഒരു കോൺസെപ്ഷ്യൽ ഫിഗറാണ് വരച്ചേക്കുന്നത്. ഒരു തെർമോകപ്പിൾ കണ്ടെയ്നറിനകത്ത് ഐസ് പ്ലസ് വാട്ടർ മിക്സർ എടുക്കുന്നു, 2 മെറ്റാലിക് വയർ എടുക്കുന്നു. 2 മെറ്റാലിക് വയറിൻ്റെ ഓരോ എൻഡ്സ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നു. അവിടെ ടെസ്റ്റ് ജംഗ്ഷനാണ്. കാരണം അത് അവിടെയാണ് നമുക്ക് ഏത് സാമ്പിളിൻ്റെ മെഷർമെൻ്റ് ആണോ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത് അത് എടുക്കുന്നു. ബാക്കി 2 എൻഡ്സും നമ്മൾ ഐസ് വാട്ടർ മിക്സറിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഇത്രയും ക്ലിയർ ആയോ? എന്നിട്ട് ഈ എൻഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടുന്നൊരു കണക്ഷനും നമ്മൾ കൊടുക്കുന്നത് പൊട്ടൻഷ്യോർ മീറ്ററിലോട്ടാണ്. എങ്ങോട്ടാ? പൊട്ടൻഷ്യോ മീറ്റർ എന്തുവാ മെഷർ ചെയ്യുന്നത്? അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തെർമോകപ്പിൾ ഇതാണ് തെർമോകപ്പിളിൻ്റെ നമ്മുടെ തെർമോകപ്പിൾ സർക്യൂട്ടിന് ഉപയോഗിക്കുന്ന ജനറൽ ഡയഗ്രമാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഒരു 2 മെറ്റാലിക് വയറുണ്ട്, വയർ എ വയർ ബി. അതിൻ്റെ 1 എൻഡ് 2 കൂടെ ജോയിൻ ചെയ്ത് വെക്കുന്നു. അതർ എൻഡ് ഈസ് കെപ്റ്റ് ഇൻ ഐസ് വാട്ടർ മിക്സ്ചർ. ഓക്കെ, അത് നമ്മൾ പൊട്ടൻഷ്യൽ മീറ്ററിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ തെർമോകപ്പിൾ circuit is made from joining joining 2 wire A and B made of dissimilar metal. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 മെറ്റലാണ് കേട്ടോ. എയും ബിയും ഒരു ടൈപ്പ് അല്ല. എയും ബി ഡിസിമിലാർ മെറ്റൽസ് ആണ്. അപ്പോൾ നമ്മൾ ഫിഗർ കാണിച്ചേക്കുന്നുണ്ട്. എയും ബിയും 2 മെറ്റാലിക് വയർ എടുക്കുന്നു, ഡിസിമിലാർ മെറ്റൽസ് ആണ്. ഒരു എൻഡ് നമ്മൾ ടെക്സ്റ്റ് ജംഗ്ഷൻ എടുക്കുന്നു. ബാക്കി ഓരോ എൻഡ്സ് നമ്മൾ ഐസ് കോൾഡ് വാട്ടറിനകത്തോട്ട് മിക്സ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഈ ഭാഗത്ത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ആണോ, ഇവിടെ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടിട്ട് ഡ്യൂ ടു the temperature difference a net EMF is generated. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടിട്ട് ആ 2 ജംഗ്ഷൻ, അതായത് നമ്മുടെ ടെസ്റ്റ് ജംഗ്ഷനും ഇത് നമ്മുടെ റെഫറൻസ് ജംഗ്ഷനാണ്.
ടെസ്റ്റ് ജംഗ്ഷനും റെഫറൻസ് ജംഗ്ഷനും തമ്മിൽ ഒരു ഇ എം എഫ് ഡിഫറൻസ് ഉണ്ടാകുന്നു, അതായത് പൊട്ടൻഷ്യോമീറ്റർ ഡിഫറൻസ് ഉണ്ടാകുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഒരു ഇ എം എഫ് ജനറേറ്റ് ആവുന്നു. ആ ഇ എം എഫ് ദാറ്റ് ഇ എം എഫ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എ എന്താണ് പൊട്ടൻഷ്യോമീറ്റർ. ഇ എം എഫ് ജനറേറ്റഡ് ക്യാൻ ബി measured with the help of a EMF generator can be measured with the help of clear ആയോ? അപ്പം നോർമലി റെഫറൻസ് ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? ഐസ് പ്ലസ് വാട്ടർ എന്ന് പറയുമ്പോൾ നോർമലി റെഫറൻസ് ടെമ്പറേച്ചർ 0 ആണ് കേട്ടോ. റെഫറൻസ് ജംഗ്ഷൻ ടെമ്പറേച്ചർ നമ്മൾ നോർമലി 0 ഡിഗ്രി സെൽഷ്യസ് ആണ് സെറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇ എം എഫ് ജനറേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇ എം എസ് ഇസിക്കൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ പ്ലസ് ഡി ടി ക്യൂ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലാണ് നമുക്ക് ഇ എം എഫിൻ്റെ ഫോമുല കിട്ടുക. ഇ എം എഫ് ഫിസിക്കൽ ടു ഇത് എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് കിട്ടുന്ന ഫോമുലയാണ്. ബൈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ടഡ് വി ക്യാൻ find a general equation for EMF as EMF is equal to A plus BT plus CT square plus DT cube. A, B, C, D എല്ലാം എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇ എം എഫിൻ്റെ വാല്യൂ അറിയാം. എങ്ങനെ കിട്ടും? ഇ എം എഫിൻ്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? ഇ എം എഫിൻ്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? ഇ എം എഫിൻ്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? പൊട്ടൻഷ്യോമീറ്റർ ഇ എം എഫിൻ്റെ വാല്യൂ നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിന് കിട്ടും. അപ്പം നമുക്ക് ഇ എം എഫിൻ്റെ വാല്യൂ അറിയാം. പിന്നെ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? ടെമ്പറേച്ചർ കിട്ടും. ഇതാണ് എന്താണ് നമ്മുടെ തെർമോകപ്പിളിൻ്റെ വർക്കിങ്ങും അതിൻ്റെ പ്രിൻസിപ്പിളും എല്ലാമാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേന് തെർമോകപ്പിൾ കംസ് ഇൻ ടു ഇക്വിലിബ്രിയം വിത്ത് സിസ്റ്റം whose temperature is measured quite rapidly because mass is very small. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇപ്പം നമ്മൾ തെർമോകപ്പിൾ സാധാരണ എവിടെ ഉപയോഗിക്കുന്നത് അറിയാമോ? തെർമോകപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്നറിയോ? തെർമോകപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്നറിയോ? എടാ, നിങ്ങൾ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൻ്റെ HMT ലാബ് ഈ സെമ്മിലല്ലേ? കേൾക്കുന്നുണ്ടോ? HMT ലാബ് ഈ സെമ്മിലല്ലേ? ക്വസ്റ്റ്യൻ എഴുതി എല്ലാവരും. എക്സ്പ്ലെയിൻ ടെമ്പറേച്ചർ സ്കെയിൽ. ഹൗ ക്യാൻ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ ഫോർ ദ സ്റ്റീം പോയിന്റ് ക്യാൻ ബി മെഷേർഡ്? ഓക്കെ, ടെമ്പറേച്ചർ സ്കെയിൽ എന്താണ്? വാട്ട് ഈസ് ടെമ്പറേച്ചർ സ്കെയിൽ? ടെമ്പറേച്ചർ സ്കെയിൽ എന്തിനാണ് യൂസ്ഡ് ഫോർ? കോമൺ സെൻസ് ഇല്ലേ, പറ. യൂസ്ഡ് ഫോർ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ആണോ? ടെമ്പറേച്ചർ മെഷർമെൻറ്റിൻ്റെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ സ്കെയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പോയിൻറ്റ്സ് ഈസിലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫ്രീസിങ് പോയിൻറ്റും ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ഈ 2 പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടെമ്പറേച്ചർ സ്കെയിൽ വരുന്നത്. ആണോ?
അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ കെൽവിൻ സ്കെയിൽ പഠിച്ചു, സെൽഷ്യസ് സ്കെയിൽ പഠിച്ചു, അതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ പഠിച്ച് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു? നമ്മൾ ഷോർട്ട് കട്ട് എഴുതുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു? എങ്ങനെ ഷോർട്ട് കട്ട് എഴുതുന്നത്? എങ്ങനെയായിരുന്നു? സ്കെയിൽ മൈനസ് സ്കെയിൽ മൈനസ് ഫ്രീസിംഗ് പോയിന്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. സെൽഷ്യസ് സ്കെയിലിനകത്ത് നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയാണ്? ഹൗ മെനി ഡിവിഷൻസ് ആർ ഇൻ സെൽഷ്യസ് സ്കെയിൽ ബിറ്റ്വീൻ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്? 100. Fahrenheit no? Fahrenheit no? 180. Kelvin no? Kelvin 100. Rankine 180. What is the minimum? What is the lowermost point for Celsius scale? No, not lowermost. What is the freezing point for Celsius scale? 0 degree. Fahrenheit no? For Fahrenheit, freezing point is 32 degree Fahrenheit ആണോ? അതുപോലെ തന്നെ കെൽവിന് 273. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ സ്കെയിൽ എപ്പോഴും ഈ 2 പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഏതൊക്കെ പോയിൻറ്റ്സിനെ? ഫ്രീസിങ് പോയിൻറ്റിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റിൻ്റെയും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ആണല്ലോ. അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻറ്റിന് വേറൊരു പോയിൻ്റ് ഉണ്ട്, ഐസ് പോയിൻ്റ് എന്ന് പറയാം അല്ലേ? ബോയിലിംഗ് പോയിൻ്റ് വേറൊരു പേരുണ്ട്, സ്റ്റീം പോയിൻ്റ് എന്നറിയാം. ഐസ് പോയിൻറ്റും സ്റ്റീം പോയിൻറ്റും എന്താണെന്ന് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നടന്നത്. എന്താണ് ഐസ് പോയിൻറ്റും സ്റ്റീം പോയിൻറ്റും? എന്താണ് ഐസ് പോയിൻറ്റും സ്റ്റീം പോയിൻറ്റും? ഐസ് പോയിൻറ്റും സ്റ്റീം പോയിൻറ്റും എന്താണ്? ഐസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഏതാണ്? ഐസ് പ്ലസ് വാട്ടർ മിക്സ്ചർ അല്ലേ? ഐസ് പ്ലസ് വാട്ടർ മിക്സ്ചർ അറ്റ് 1 atmosphere pressure അല്ലേ? ഇത് വരുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് ഐസ് പോയിന്റ് അല്ലേ? ഐസ് പ്ലസ് വാട്ടർ മിക്സ്ചർ ഇക്വിലിബ്രിയത്തിൽ വരണം 1 atmosphere പ്രഷറിൽ. അങ്ങനെ വരുന്ന പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് സെൽഷ്യസ് സ്കെയിലിനകത്ത്. അപ്പോൾ ആ പോയിന്റിനെ പറയുന്ന പേരാണ് ഐസ് പോയിന്റ്. സ്റ്റീം പോയിന്റ് എന്താണ്? ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്റ്റീം പോയിന്റ് എന്താണ്? ഇതേ കണ്ടീഷൻ തന്നെ, പക്ഷേ മിക്സ്ചർ എങ്ങനത്തെയാണ്? സ്റ്റീം പോയിന്റ് എന്താണ്? വാട്ട് ഈസ് സ്റ്റീം പോയിന്റ്? സ്റ്റീം പോയിന്റ് എന്താണ്? സ്റ്റീം പോയിന്റ് എന്താണ്? റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്. വാട്ട് ഈസ് സ്റ്റീം പോയിന്റ്? വാട്ടർ പ്ലസ് വേപ്പർ. വാട്ടർ പ്ലസ് വേപ്പർ മിക്സ്ചർ അറ്റ് വാട്ടർ പ്ലസ് വേപ്പർ മിക്സ്ചർ ഇക്വിലിബ്രിയത്തിൽ വരണം 1 atmosphere അല്ലേ? ആ പോയിൻ്റാണ് സ്റ്റീം പോയിൻ്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞാൽ വാട്ടർ പ്ലസ് വേപ്പർ മിക്സ്ചർ 1 atmosphere പ്രഷറിൽ ഇക്വിലിബ്രിയത്തിൽ വരുന്ന ടെമ്പറേച്ചർ ഏതാണോ ആ പോയിൻ്റാണ് സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത്. ഐസ് പ്ലസ് വാട്ടർ മിക്സ്ചർ ഇക്വിലിബ്രിയത്തിൽ വരുന്ന 1 atmosphere പ്രഷർ ഇക്വിലിബ്രിയത്തിൽ വരുന്ന ടെമ്പറേച്ചർ ഏതാണോ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നവരാണ് ഐസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐഡിയൽ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് ഈസ് എക്സ്പ്ലെയിൻ ടെമ്പറേച്ചർ സ്കെയിൽ. അപ്പോൾ അതിന് ഇത്ര ചെയ്തു. ടെമ്പറേച്ചർ സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ സ്കെയിൽ ഈസ് ബേസ്ഡ് ഓൺ 2 points, ദറ്റ് ഈസ് ഐസ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് സ്റ്റീം പോയിൻ്റ്. അല്ല ഐസ് പോയിൻ്റ് എന്താണെന്ന് പറയുക, സ്റ്റീം പോയിൻ്റ് എന്താണെന്ന് പറയുക, ഇത്രയും കാര്യങ്ങൾ പറയുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ അതിൻ്റെ കൂടെ തന്നെ ഉള്ളത്? അതിൻ്റെ കൂടെ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? അതിൻ്റെ കൂടെ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? How can ideal gas temperature for steam? How can ideal gas temperature point for steam point can be measured? സ്റ്റീം പോയിന്റ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചോദ്യം. സ്റ്റീം പോയിന്റ് നോർമലി വാട്ടറിൻ്റെ സ്റ്റീം പോയിന്റ് എത്ര? വാട്ടറിൻ്റെ സ്റ്റീം പോയിന്റ് എത്ര?
100 degree Celsius. 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കെൽവിനിലാണെങ്കിൽ എങ്ങനെ പറയാം? 373. ഇത് നമുക്ക് എങ്ങനെ കിട്ടും? നിങ്ങൾക്ക് എങ്ങനെ കിട്ടി 373 കെൽവിൻ അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെ കിട്ടി? അത് നമുക്ക് അതെങ്ങനെ കിട്ടിയെന്നാണ് നമ്മൾ അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എഴുതിക്കൂ, ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ ഫോർ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പറയാൻ പോകുന്നത്. ഈ 373 അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എങ്ങനെ കിട്ടി, നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്തു എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എഴുതിക്കൂ, ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ ഫോർ സ്റ്റീം പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ആണ്. എന്താ എടുക്കാൻ പോകുന്നത്? കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ എടുക്കുന്നു. ഇതിനകത്ത് തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്തുവാ? വാട്ട് ഈസ് തെർമോമെട്രിക് പ്രോപ്പർട്ടി? കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്തുവാ? പ്രഷറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ എടുക്കുന്നു. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൻ്റെ അപ്പാരറ്റസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രഷർ. കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു മാനോമീറ്റർ ഉണ്ട്, പിന്നെ ഒരു ഓക്സിലറി ട്യൂബ് കണക്റ്റഡ് ടു ബൾബ് ഉണ്ട് അല്ലേ? ആ ബൾബാണ് നമുക്ക് എവിടെയാണോ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത് ആ ബൾബിലുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, പ്രഷർ കൂടുന്നു, മാനോമീറ്ററിന് ലെവൽ ഡിഫറൻസ് കൂടുന്നു, പ്രഷർ ഡിഫറൻസ് കിട്ടുന്നു. ആ പ്രഷർ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചറിനകത്ത് ഡെൽറ്റ ടി കണ്ടുപിടിക്കണം. അങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്? ആണോ? അങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്? അതെ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബൾബ് ഉണ്ടല്ലോ. ഏത് ബൾബാ? ഏത് ബൾബാണ്? കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ഒരു ബൾബില്ലേ, ആ ബൾബ് നമ്മൾ വാട്ടർ വെച്ച് സറൗണ്ട് ചെയ്യുന്നു. അറ്റ് ഇറ്റ്സ് ട്രിപ്പിൾ പോയിന്റ്. ഓക്കെ, എന്നിട്ട് ഇനിഷ്യലി നമ്മൾ വാട്ടർ വെച്ച് സറൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിഷ്യലി ഫസ്റ്റിൽ നമ്മൾ വാട്ടർ ഒരു സറൗണ്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റീം കൊണ്ടുവരുന്നു. ബൾബിനെ സ്റ്റീമിനകത്ത് ഡിപ്പ് ചെയ്യുന്നു. ആ സ്റ്റീമിൻ്റെ പ്രഷറാണ് 1 atmosphere പ്രഷർ. 1 atmosphere പ്രഷറുള്ള സ്റ്റീമിനെ കൊണ്ട് ബൾബിനകത്ത് ഡിപ്പ് ചെയ്യുന്നു. ആണല്ലോ. അപ്പം നമുക്ക് ഞാൻ ടൈപ്പ് ഓഫ് തെർമോമീറ്റർ പഠിപ്പിച്ചപ്പം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ബ്രാക്കറ്റ് എഴുതിയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ എന്നൊക്കെ പറഞ്ഞപ്പം ആദ്യമേ കഴിഞ്ഞ ദിവസമുള്ള ഒരു 5 ടൈപ്പ് തെർമോമീറ്റർ പഠിച്ചില്ലായിരുന്നു. കോൺസ്റ്റൻറ്റ് വോളിയം, കോൺസ്റ്റൻറ്റ് പ്രഷർ, റെസിസ്റ്റൻസ് തെർമോമീറ്റർ, തെർമോകപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഫോർമുല ബ്രാക്കറ്റ് സൈഡിൽ എഴുതിയിട്ടായിരുന്നല്ലോ. അതൊന്ന് പറയാമോ? നോക്കിയിട്ട് പറയാമോ ആരെന്ന് വെച്ചാൽ? ഒരു ഫോർമുല T=2 എന്ന് പറഞ്ഞ് എഴുതിയില്ലായിരുന്നു. എത്രയായിരുന്നു ആ ഫോർമുല? T=273.16 into P/PT. ആണല്ലോ.
ഓക്കെ. അപ്പോൾ ഇനിഷ്യലി ഞാനാണെങ്കിൽ ഞാൻ ഇവിടെ ട്രിപ്പിൾ പോയിൻറ്റിൻ്റെ സമയത്ത് അവിടുത്തെ പി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ PT ട്രിപ്പിൾ പോയിൻറ്റിലെ പ്രഷർ എന്ന് പറയുമ്പോൾ 100,000 mm ഓഫ് HG ആണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രിപ്പിൾ പോയിൻറ്റിലെ പ്രഷർ ഈ PT എന്ന് വെച്ചാൽ പ്രഷർ അറ്റ് ട്രിപ്പിൾ പോയിൻ്റ് എന്നാണ്. ഈ P എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന പ്രഷർ എത്രയാണോ അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റിൽ എന്താ ചെയ്തത്? ബൾബ് സറൗണ്ടഡ് ബൈ വാട്ടർ അറ്റ് ട്രിപ്പിൾ പോയിൻറ്റ്. ഓക്കെ, ട്രിപ്പിൾ പോയിൻറ്റ്. ആ സമയത്തുള്ള പ്രഷർ PT ട്രിപ്പിൾ പോയിൻറ്റിലെ പ്രഷർ എന്ന് പറയുമ്പോൾ 100,000. അത് ക്ലോസ് ആയിപ്പോയി, ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബൾബ് സറൗണ്ടഡ് ബൈ വാട്ടർ അറ്റ് ട്രിപ്പിൾ പോയിൻറ്റ്. ഓക്കെ, ആ സമയത്ത് നമ്മുടെ പ്രഷർ PT ട്രിപ്പിൾ പോയിൻറ്റിലെ പ്രഷർ എന്ന് പറയുമ്പോഴത്തേന് 1000 mm ഓഫ് HG ആയിരിക്കണം. ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. എക്സ്പെരിമെൻറ്റ്, നമ്മൾ സ്റ്റീം പോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻറ്റാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബൾബ് സറൗണ്ടഡ് ബൈ സ്റ്റീം, അവിടുത്തെ പ്രഷർ P = 1 atmosphere pressure. P = 1 atmosphere pressure. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഫോമിൽ എന്തുവാ? T = ടെമ്പറേച്ചറിൻ്റെ ഫോമിൽ എന്തുവാ? ടെമ്പറേച്ചർ = എത്ര വരും? ടെമ്പറേച്ചറിൻ്റെ ഫോമിൽ എന്തുവാ? 273.16 P/PT ആണല്ലോ. ഇവിടെ പിയുടെ വാല്യൂ എനിക്കറിയാം എത്ര? 1 atmosphere. യൂണിറ്റ് ഒന്നും നമ്മളിവിടെ നോക്കുകയുള്ളൂ, നമ്മൾ ജസ്റ്റ് തിയറിറ്റിക്കലായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. പിയുടെ വാല്യൂ 1 atmosphere, PTയുടെ വാല്യൂ എത്ര? 100,000 mm ഓഫ് HG. അപ്പം നമുക്ക് ടിക്ക് ഒരു വാല്യൂ കിട്ടുമോ? ടിക്ക് ഒരു വാല്യൂ കിട്ടും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടി, അവിടെ PTൻ്റെ വാല്യൂ കിട്ടി. ആ വാല്യൂ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വീണ്ടും ഈ സ്റ്റീമിനെ മാറ്റിയിട്ട് എഗെയിൻ ബൾബ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ അറ്റ് ട്രിപ്പിൾ പോയിൻറ്റ്. പക്ഷേ അവിടെ നമ്മൾ PT മെയിൻറ്റെയിൻ ചെയ്യുന്നത് 1000 അല്ല, 500 mm ഓഫ് HG ആണ്. 500 mm ഓഫ് HG മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, 500 mm ഓഫ് HG നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് പ്രഷർ അതിനുശേഷം നമ്മൾ ട്രിപ്പിൾ പോയിൻറ്റിൽ വാട്ടർ മാറ്റിയിട്ട് എഗെയിൻ സ്റ്റീം സറൗണ്ട് ചെയ്യുന്നു. പക്ഷേ അവിടുത്തെ പ്രഷർ P എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 atmosphere തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഗെയിൻ പുതിയൊരു ടെമ്പറേച്ചർ കിട്ടും. ആ ടെമ്പറേച്ചർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? T = 273.16 P/PT. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിയുടെ വാല്യൂ എത്ര? പിയുടെ വാല്യൂ 1 atmosphere. PTയുടെ വാല്യൂ എത്രയാണ്? PTയുടെ വാല്യൂ എത്രയാണ് നമ്മൾ എടുത്തത്? 500 mm ഓഫ് HG. അപ്പോൾ അവിടെ നമുക്ക് പുതിയൊരു ടെമ്പറേച്ചർ കിട്ടും. അപ്പോൾ പുതിയൊരു ടെമ്പറേച്ചറും കിട്ടി, പുതിയൊരു PTയും കിട്ടി. അപ്പോൾ 2 വാല്യൂ കിട്ടി, 2 ടെമ്പറേച്ചറും കിട്ടി, 2 വാല്യൂവും കിട്ടി. ആണോ? ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഈ എക്സ്പെരിമെൻ്റ് വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ സ്റ്റീമിനെ മാറ്റിയിട്ട് ബൾബ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ അറ്റ് ട്രിപ്പിൾ പോയിൻറ്റ്. പക്ഷേ നമ്മൾ PTയുടെ വാല്യൂ ആദ്യമേ 1000 എടുത്തു, പിന്നെ 500 എടുത്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 250 250 mm ഓഫ് HG ആദ്യം എടുക്കുന്നു. അതിനുശേഷം സ്റ്റീം വെച്ച് സറൗണ്ട് ചെയ്യുന്നു.
സ്റ്റീമിൻ്റെ പ്രഷർ പി ഇസിക്കൽ ടു 1 അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെ എടുക്കുന്നു. അപ്പോൾ അവിടുത്തെ പുതിയ ടെമ്പറേച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ടി ഇസിക്കൽ ടു 273.16 P/PT ആണോ? അത് വെച്ചിട്ട് നമുക്ക് പുതിയ ടിയും കിട്ടും, പുതിയ പിറ്റിയും കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എത്ര സെറ്റ് ഓഫ് ടെമ്പറേച്ചറും പിറ്റിയും കിട്ടി? എത്ര സെറ്റ് ഓഫ് ടെമ്പറേച്ചറും പിറ്റിയും കിട്ടി? 3 സെറ്റ് ഓഫ് ടെമ്പറേച്ചറും 3 സെറ്റ് ഓഫ് ട്രിപ്പിൾ പോയിന്റ് പ്രഷറും കിട്ടി. ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ഈ 3 സെറ്റ് ഓഫ് ടെമ്പറേച്ചർ, ഈ 3 സെറ്റ് ഓഫ് പ്രഷറും വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഈ 3 സെറ്റ് ഓഫ് ടെമ്പറേച്ചറും ഈ 3 സെറ്റ് ഓഫ് പ്രഷറും യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് പ്രഷർ നമ്മൾ എന്താണ് ടെമ്പറേച്ചറും പി ടിയും വെച്ചാണ് ഗ്രാഫ് വരയ്ക്കുന്നത് ആണല്ലോ. അപ്പോൾ ഞാനൊരു ഗ്രാഫ് എടുക്കുന്നു, ഈ ഗ്രാഫ് എടുക്കുന്നു, ഈ ഭാഗത്ത് ടി ടെമ്പറേച്ചർ കൊടുക്കുന്നു, കെൽവിനിലാണ്. ഈ ഭാഗത്ത് പ്രഷർ പി ടി mm/Hg കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേന് 3 പോയിൻറ്റ്സ് ഉണ്ട്. ആദ്യം ഞാൻ എടുത്തത് 1000 mm/Hg. അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ കിട്ടുന്നുണ്ട്. അടുത്ത ഞാൻ എടുക്കുന്നത് 500 mm/Hg. അവിടെ ഒരു ടെമ്പറേച്ചർ കിട്ടുന്നുണ്ട്. ആണോ? ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് ടെമ്പറേച്ചറും വരും, ഈ ഭാഗത്ത് ഇവിടെ കെൽവിനിലാണ്, ഈ ഭാഗത്ത് പ്രഷറും വരും, ഇവിടെ mm/Hg ആണ്. വെറും പ്രഷറല്ല, ട്രിപ്പിൾ പോയിൻറ്റിലെ പ്രഷർ. അപ്പോൾ നമ്മൾ ആദ്യമേ 1000 എടുക്കുന്നു, പിന്നെ നമുക്ക് 500 എടുക്കുന്നു, പിന്നെ 200 എടുക്കുന്നു, അങ്ങനെ 200 250 അങ്ങനെ 3. അപ്പോൾ ഈ പോയിൻ്റിലാണ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഗ്രാഫ് എക്സ്പെരിമെൻ്റിലാട്ടോ, എക്സ്പെരിമെൻ്റായിട്ട് കിട്ടുന്ന സാധനമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രാഫിനെ ഞാൻ പി ടിയുടെ വാല്യൂ 0 ആക്കി കഴിഞ്ഞാൽ പി ടിയുടെ വാല്യൂ എന്തോ ആക്കുന്നു? പി ടിയുടെ വാല്യൂ എന്തോ ആയിട്ട് മാറ്റുന്നു? പി ടിയുടെ വാല്യൂ 0 ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പി ടിയുടെ വാല്യൂ 0 ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ എവിടെ വന്ന് മുട്ടണം? പി ടിയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ എവിടെ വന്ന് മുട്ടണം? എവിടെ വന്ന് മുട്ടണം? ഇവിടെ അല്ലേ പി ടി 0. അപ്പോൾ ഇവിടെ നിന്ന് മുട്ടുമ്പോഴത്തേന് ഈ പോയിന്റ് നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് എക്സ്പെരിമെൻ്റലി ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് 373.16 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാസ് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇത് ചെയ്തത് ഓക്സിജൻ വെച്ചിട്ടാണെന്നിരിക്കട്ടെ, നമ്മൾ ആർഗൺ വെച്ച് ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് നൈട്രജൻ വെച്ച് ചെയ്താലോ, അല്ലെങ്കിൽ H2 വെച്ച് ചെയ്താലോ, ഈ ഗ്യാസ് എന്ന് പറയുമ്പോൾ ആ ബൾബിനകത്തുള്ള ഗ്യാസ് കേട്ടോ, ഏത് ഗ്യാസ് വെച്ച് ചെയ്താലും നമുക്ക് പറഞ്ഞോ. 273 ബോയിലിംഗ് പോയിന്റ് ആണോ? 273 ബോയിലിംഗ് പോയിന്റ് ആണോ? മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഗ്യാസ് നമ്മൾ ആ അതിനകത്ത് ഓക്സിജൻ ഉപയോഗിച്ചാലും ആർഗൺ ഉപയോഗിച്ചാലും നൈട്രജൻ ഉപയോഗിച്ചാലും ഹീലിയം ഉപയോഗിച്ചാലും നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് വെച്ച് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എല്ലാം കൂടെ വന്ന് എക്സ്ട്രാ പ്ലോട്ട് ചെയ്ത് വന്ന് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് ഏത് പോയിന്റ് ആയിരിക്കും?
373.16 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കും. ഇങ്ങനെ നമുക്ക് സ്റ്റീം പോയിന്റ് നമുക്ക് ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഈ സാധനം ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡയറക്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇതൊരു ക്വസ്റ്റ്യനാണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഞാനിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മുടെ എങ്ങനെയാണ് നമ്മൾ സ്റ്റീം പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിനുള്ള ഒന്നുകൂടെ പറയാം. നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻറ്റിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബൾബ്, തെർമോമീറ്ററിൻ്റെ ബൾബ് നമ്മൾ ട്രിപ്പിൾ പോയിന്റിലുള്ള വാട്ടറും ഡിപ്പ് ചെയ്ത് വെക്കുന്നു, സറൗണ്ട് ചെയ്ത് വെക്കുന്നു. അവിടുത്തെ പ്രഷർ PT = 1000 mm of Hg നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റീം വെച്ച് സറൗണ്ട് ചെയ്യുന്നു. സ്റ്റീമിലെ പ്രഷർ P = 1 atmosphere പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവിടെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ്, ടെമ്പറേച്ചർ = 273.16 എന്തായിരുന്നു, P/PT ആണോ, P/PT, പിയുടെ വാല്യൂ പറയാം, PTയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് പുതിയ ടെമ്പറേച്ചറിന് വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പറേച്ചറും കിട്ടി, ഇവിടെ PTയുടെ വാല്യൂ കിട്ടും. ഒരു സെറ്റ് ഓഫ് വാല്യൂ കിട്ടി. രണ്ട്, നമ്മൾ എഗെയിൻ ബൾബ് നമ്മൾ ട്രിപ്പിൾ പോയിന്റിലുള്ള വാട്ടർ വെച്ച് സറൗണ്ട് ചെയ്യുന്നു. പക്ഷേ അവിടുത്തെ ട്രിപ്പിൾ പോയിന്റിൽ പ്രഷർ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ 1000 പകരം 500 mm of Hg ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റീം വെച്ച് സറൗണ്ട് ചെയ്യുന്നു. സ്റ്റീം പ്രഷർ സെയിം പ്രഷറാണ്, 1 atmosphere പ്രഷർ തന്നെയാണ്. അഗെയിൻ അവിടെ ടെമ്പറേച്ചർ നമ്മൾ കാൽക്കുലേറ്റ് 273.16 P/PT വെച്ച് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അവിടെ നമുക്കൊരു സെറ്റ് വാല്യൂ കിട്ടി, PT വാല്യൂ കിട്ടി. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നു, അഗെയിൻ നമ്മൾ ട്രിപ്പിൾ പോയിന്റിലുള്ള വാട്ടർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രഷർ ട്രിപ്പിൾ പോയിന്റിലെ പ്രഷർ 250 ആക്കിക്കൊണ്ട് നമ്മൾ സറൗണ്ട് ചെയ്യുന്നു. അതിനുശേഷം എഗെയിൻ സ്റ്റീം വെച്ച് നമ്മൾ അതിന് ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ പ്രഷർ 1 atmosphere ആണ്. അപ്പോൾ 3 സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടി. ഏതൊക്കെ 3 സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടി? 1000 mm of Hgയിലും 1 atmosphere പ്രഷറിലും, അടുത്തത് 500 mm of Hgയിലും 1 atmosphere പ്രഷറിലും, അടുത്ത 250 mm of Hgയിലും 1 atmosphere പ്രഷറിലും. അപ്പോൾ ഈ 3 പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കൊരു ഗ്രാഫ് കിട്ടുന്നു. ആ ഗ്രാഫിനെ നമ്മൾ PT = 0 എന്ന് പറഞ്ഞ വാല്യൂയിലോട്ട് നമ്മൾ എക്സ്ട്രാ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് Y ആക്സിസ് ചെന്ന് മുട്ടുന്നത് എവിടെയായിരിക്കും? Y ആക്സിസ് ചെന്ന് മുട്ടുന്നത് 373 കെൽവിൻ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും നമുക്കത് മുട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏത് ഗ്യാസ് വെച്ച് ഉപയോഗിച്ചാലും, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഓക്സിജൻ വെച്ചിട്ടാണ്, അതല്ല ഹീലിയം, ആർഗൺ, നിയോൺ, ഈ ബൾബിനകത്ത് ഏത് ഗ്യാസ് ഉപയോഗിച്ചാലും നമുക്ക് ഈ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും എക്സ്ട്രാ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റീം പോയിന്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രീസിങ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും ഉണ്ട്, ഹൗ ദ ഫ്രീസിങ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐഡിയൽ ഗ്യാസ്, ഇത് നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഫൈനൽ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഫൈനൽ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് PT ആണ് കേട്ടോ, mm of Hg ഇല്ല. ഇവിടെ നമുക്ക് ടെമ്പറേച്ചറാണ്, കെൽവിനിലാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കെൽവിനിൽ വരുമ്പോഴത്തേന് വൺ നോട്ട് ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകുന്നു കേട്ടോ, എന്താണെന്നറിയത്തില്ല. ഇനിയും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗൗരിനാഥ്, ഗൗരി, കാര്യം ക്ലിയർ ആയോ? ഏകദേശം ക്ലിയർ ആണ് സാർ. ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. അത് ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇതിൻ്റെ നോട്ട്സ് നോക്കുക, നോട്ട്സ് വായിച്ചു നോക്കിയിട്ട് നോട്ട്സ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷേ നോട്ട്സായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ നോട്ട്സായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇട്ട് തരാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂൾ. നാളെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.